ഓൾ, എൻ്റെ പേര് സാന്ദ്ര. ഞാനൊരു BSc സുവോളജി ഗ്രാജുവേറ്റ് ആണ്. CPC സർട്ടിഫൈഡ് ആണ്. ഞാൻ മെഡിക്കൽ കോഡിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഇൻഡസിൽ നിന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് സർട്ടിഫിക്കേഷന് ഹെൽപ്ഫുൾ ആയിരുന്നതും ഇൻഡസിലെ ക്ലാസ്സസ് തന്നെയാണ്. ഇപ്പം ഞാൻ ലൈഫിലൊരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റിലാണ്. കോയമ്പത്തൂരിലൊരു റെപ്യൂട്ടഡ് കമ്പനിയിൽ ഞാൻ പ്ലേസ്ഡ് ആയി. എനിക്കതിന് ആ പ്ലേസ്മെൻറ്റിന് എന്നെ ഹെൽപ്ഫുൾ ആയിരുന്നതും ഇൻഡസിൽ തന്നെയാണ്. സ്നേഹ മാമാണ് എനിക്ക് അവിടുത്തെ ഇൻ്റർവ്യൂസിനെ പറ്റി ഇൻഫോം ചെയ്തത്. അപ്പം അങ്ങനെയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ അറ്റൻഡ് ചെയ്തു, സെലക്റ്റഡ് ആയി. ജനുവരിയിൽ ജോയിൻ ചെയ്യുകയാണ്. ഇൻഡസിനെ ക്ലാസ് മെഡിക്കൽ കോഡിംഗ് പഠിക്കാനായിട്ടുള്ള ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഇൻഡസ്. കാരണം ഇൻഡസിലെ ക്ലാസ്സസ് എന്ന് പറയുന്നത് അനാട്ടമി മുതൽ, അനാട്ടമി ഒരു ലൈഫ് സയൻസ് ആയിക്കോട്ടെ, നോൺ ലൈഫ് സയൻസ് ആയിക്കോട്ടെ, അനാട്ടമി ബേസിക്സ് മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്സ് പഠിപ്പിച്ചതിന് ശേഷമാണ് കോഡിംഗ് സബ്ജക്റ്റ് ICD ആണെങ്കിലും CPT ആണെങ്കിലും കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഓരോ മന്ത് ഓരോ കോഴ്സും ഓരോ ടോപ്പിക്കും കഴിയുന്നതിന് ശേഷം എക്സാംസും ഒരു ഇവാലുവേഷനും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ലൈവായിട്ടുള്ള ക്ലാസ്സസ് ആണ്, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. അതുപോലെ തന്നെ ഇവാലുവേഷൻ എക്സാംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സെൽഫ് ഇവാലുവേഷൻ ചെയ്യും. സെൽഫായിട്ട് നമുക്ക് എത്രത്തോളം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് അങ്ങനെ അനലൈസ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ആ ഒരു പാറ്റേൺ, ഇൻഡസിലെ ആ ഒരു പാറ്റേണിലൂടെ നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ നല്ലൊരു സ്കോറോടുകൂടി CPC നമുക്ക് സർട്ടിഫൈഡ് ആകാൻ പറ്റും. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ഇൻഡസ്ട്രിയിൽ സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ നിന്ന് സർട്ടിഫൈഡ് ആയാണ്. അതിന് ശേഷം എനിക്ക് അവിടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം സർട്ടിഫൈഡ് ആയതിനു ശേഷം മാം ഇങ്ങനെ വേക്കൻസിയുടെ കാര്യം പറയുക, ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ സെലക്റ്റഡ് ആയിട്ട് ഞാൻ അവിടെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തതിന് ശേഷവും എനിക്കൊരു 1 മന്ത് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് സുരയ മാം, ശ്രീലക്ഷ്മി മാം രണ്ടുപേരും എനിക്കൊരു ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നിരുന്നു. നല്ലൊരു ട്രെയിനിങ്ങിന് ശേഷമാണ് ഞങ്ങളുടെ ഫാക്കൽറ്റി ഓൾമോസ്റ്റ് 10 മന്ത്സ് ഞങ്ങളുടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവിടെ മാം ഒരു കാര്യം വരും, ഫാക്കൽറ്റീസ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കാര്യം മാം പറയാറുള്ളൂ, നമ്മുടെ സ്റ്റുഡൻസിന് നമ്മളെ കൊണ്ട് പറ്റുന്ന എത്രത്തോളം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും സപ്പോർട്ട് ചെയ്യണം. ക്ലാസ്സിൻ്റെ കേസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള അവരുടെ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സസ് എടുക്കണം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റുഡൻസും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് പാസ്സാകണം എന്നുള്ളതാണ് മാമിൻ്റേത് ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാമിൻ്റെ ബിസി സ്കെഡ്യൂളിനിടയിലും മാം ടൈം കണ്ടെത്താറുണ്ട്. ഓരോ മന്ത് കഴിയുമ്പോഴും ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻസിനെയും വിളിച്ചിട്ടാണ് മാം അവരുടെ മാർക്ക്, അവരുടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അനലൈസ് ചെയ്യുന്നത്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ എന്തെങ്ങനെയൊക്കെ ചെയ്താൽ അവരുടെ മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരെയും അനലൈസ് ചെയ്ത് ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്ത് പോയാൽ ഉറപ്പായിട്ടും നല്ലൊരു മാർക്കോടുകൂടി നമുക്ക് CPC സർട്ടിഫൈഡ് ആവാനായിട്ട് സാധിക്കും. ഇപ്പോൾ HR സ്നേഹ മാം, പൂജ മാം, അതുപോലെ ദീപ്തി മാം, എല്ലാവരും HRs ആണെങ്കിലും അവർ അഡ്മിഷൻ അതിന് ശേഷം അവർക്ക് നല്ലൊരു പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് വരെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ്. നമുക്ക് ഒരു ഡൗട്ട്സ് ആണ്, എന്ത് കാര്യത്തിലാണ് നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒക്കെ ഫ്രീ ആയിട്ട് ചോദിക്കുക. ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് എല്ലാവർക്കും. അപ്പം നല്ല രീതിയിൽ ആ ഒരു അവരുടെ ഒരു പാറ്റേണിലൂടെ തന്നെ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നല്ലൊരു കമ്പനിയുടെ പ്ലേസ്മെൻ്റ് ആയി. ഇപ്പോൾ ജോബാണ് എല്ലാവരുടെയും മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോബ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ കോഴ്സ് നമ്മൾ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ജോബ് തന്നെയാണ്. അപ്പം നല്ല ജോബ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യും.